ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് വെച്ചാൽ കരളാണ് കേട്ടോ. എന്തിൻ്റെ കരളാണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ലിവറാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണല്ലേ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിവിടെ വാങ്ങാറുമില്ല. ഏകദേശം ഇപ്പോൾ ഒരു 3-4 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഞാൻ കരൾ വാങ്ങിയിട്ട്. അപ്പോൾ ഇന്നൊരു കൊതി തോന്നിയെ കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ കരളെന്ന് വെച്ചാൽ. അപ്പം എന്നെ തിരിച്ചടിക്കാതെ എന്തായിട്ടും ഞാൻ കഴിക്കും. അതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ആഹാരം കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ അഥവാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിലൊരു കുറ്റവും കാണാറില്ല. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഇതിനെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊരു കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കുക്കർ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ലിവർ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിതിൽ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. ഓൾറെഡി കരൾ വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു വിസിലാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യാനുസരണം എണ്ണയുടെ അളവെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാനിവിടെ 1 കിലോ കരളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആവശ്യാനുസരണമുള്ള എണ്ണ എടുക്കണം. എണ്ണ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയുടെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അടുത്തായി നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാല ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യാനുസരണം മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ അല്പം ചേർത്താൽ മതിയാകും. ഒന്നാമത് ചൂടും കൂടിയാണ്, വായെല്ലാം പൊള്ളി വാരിയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മതി. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായി അതിലേക്ക് ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയം തീയൊന്നും കൂടാൻ പാടില്ല. ചെറിയ തീയിലിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൊടിയുടെ ഐറ്റങ്ങളെല്ലാം ഒന്ന് കരിയാതെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യാനുസരണം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടി ഐറ്റങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ മസാലപ്പൊടികളെല്ലാം വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. സവാളയും പച്ചമുളകൊക്കെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റിയെടുത്തെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം എണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണ്ടാത്തവർക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ കരൾ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരൾ വെന്ത് വന്നപ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഊറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് ഈ വെള്ളമൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കുഴമ്പ് രൂപത്തിലാണ് ഇത് വെക്കുന്നത് കൊണ്ട് ഈ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെള്ളവും ഈ മസാലയും എല്ലാം നല്ല രീതിയിൽ ഇതിനകത്ത് പിടിച്ച് നല്ല പറ്റി വരണ്ട് വരണം. ആ രൂപത്തിൽ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. വഴത്തിൽ ആ രൂപത്തിൽ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും കുത്തിയിരുന്നങ്ങ് വരട്ടി കൊടുക്കാം. വഴറ്റി അവസാനം ഇതിൻ്റെ വെള്ളവും മസാലയും എല്ലാം നല്ല വരണ്ട് വരുന്ന രൂപത്തിലാകുമ്പോൾ നമുക്കിതിനെ ഇറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കരൾ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാനായിട്ട് പൊളിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വല്ലപ്പോഴാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തിന്നൂലെന്നും പറഞ്ഞൊന്നും ഇരിക്കണ്ട, നമുക്ക് വല്ലപ്പോഴാക്കും തിന്നാടേ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.